ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി വിഭവമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ചേർക്കാം. കറിവേപ്പില, ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചതായിരുന്നു, അതുകൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. 10 അല്ലി ചുവന്നുള്ളി ചതച്ചത് അതും കൂടി ആഡ് ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4 വറ്റൽമുളക് ചതച്ചതായിരുന്നു, അതും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചതാണ്. പൊടിഞ്ഞു പോവാതെ നോക്കണം. പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയൊരു ചൂടോട് കൂടി തന്നെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ പീസസ് ആക്കി എടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് സമയം അടച്ചു വെക്കാം. ഉപ്പും മസാലയെല്ലാം അതിൽ ഉരുളക്കിഴങ്ങിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി ഇന്ന് ഇളക്കി കൊടുക്കാം. പൊട്ടറ്റൊക്കെ എല്ലാ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണല്ലോ. അതിൻ്റെ കൂടെ നമ്മൾ മുട്ട കൂടി ചേർക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിക്കോളും. ചോറിൻ്റെ കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുഴുങ്ങിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചതായിരുന്നു, അതുകൂടി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. വല്ലാതെ കുത്തി ഇളക്കരുത്, പൊടിഞ്ഞു പോവും. നല്ല ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നാൽ യോജിച്ച് വരണം, ആ രീതിയിൽ ചെയ്ത്. ഒരു 2 മിനിറ്റ് സമയം കൂടി ഒന്ന് അടച്ചു. അതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.